ഹലോ! അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാണ്ടാവുമല്ലേ. ഇന്ന് ക്രിസ്തുമസാണ്. ഡിസംബർ 25-ാം തീയതിത്തെ വ്ളോഗാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങളിപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ക്രിസ്മസൊക്കെ അല്ലേ, വീട്ടിലേക്കൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. 2 ദിവസമൊക്കെ വീട്ടിൽ പോയി നിൽക്കണം. ഇനി എന്തായാലും 30-ാം തീയതി സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി എന്തായാലും പോക്കൊന്നും ഉണ്ടാവില്ല. ഒരു 5 ദിവസമെങ്കിലും പോയി നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അമ്മു ഉണ്ട് കൂടെ, ഞങ്ങളെല്ലാവരും. അമ്മു ഉണ്ടല്ലോ പിന്നെ. അപ്പോൾ എല്ലാവരും കൂടി പോകുന്നുണ്ട്. ഞാനും അമ്മും തുമ്പിക്കുട്ടിയും കൂടിയിട്ട് ബസ്സിലും ഏട്ടനും കിച്ചുവും കൂടിയിട്ട് ബൈക്കിലും അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ പോണത്. അല്ലാതെ എല്ലാവർക്കും കൂടിയിട്ട് ബൈക്കിൽ അത്രയും ദൂരം പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കിച്ചു എന്തായാലും ഫസ്റ്റ് തന്നെ അച്ഛൻ്റെ വണ്ടിയും കയറി ഇരുന്ന് മുൻ സീറ്റിൽ തന്നെ കയറി സ്ഥലം പിടിച്ചിട്ടുണ്ട് കേട്ടോ. തുമ്പിക്കുട്ടി പിന്നെ എന്നെ വിട്ടിട്ട് എവിടേക്കും പോകാത്ത കാരണം അവൾ എൻ്റെ കൂടെ ബസ്സിലും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങളവിടെ ബസ്സൊക്കെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ. ബസ്സാണെങ്കിൽ വരുന്നേ കാണാനില്ല കേട്ടോ. ഇപ്പോൾ സമയം ഒരു 11:30 ആയിട്ടുണ്ട് കേട്ടോ. ഒരു ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ അവർ പോയിട്ടുണ്ട്. ഏട്ടനും കിച്ചും പോയിട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ് വന്നപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി. പിന്നെ പോണതിൻ്റെ പിന്നിൽ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ. നാളെ 26-ാം തീയതി അപ്പൂൻ്റെ ബർത്ത്ഡേ ആണ്, എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് പോകണം. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് വീട്ടിൽ ആഘോഷിക്കണമൊന്നുമില്ല. അല്ലെങ്കിൽ ഞങ്ങളങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല. അഥവാ ഒരു കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്യും, അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ പ്രാവശ്യം അതും ഇല്ല. എന്താണെന്ന് വെച്ചാൽ നാളെ അപ്പൂൻ്റെ ബർത്ത്ഡേ കാരണം കൊണ്ട് നാളെ കേക്ക് വാങ്ങിക്കും. അപ്പോൾ ഇന്നിപ്പോൾ എന്തിനാ കേക്ക് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് വാങ്ങിക്കണില്ല കേട്ടോ. അപ്പോൾ അതാ ഒറ്റപ്പാലം എത്തിയിട്ടുണ്ട് ഞങ്ങൾ. ഒറ്റപ്പാലം എത്തിയപ്പോൾ കിച്ചൂര് ഒരേ വാശി കേട്ടോ. ഈ ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട്. വണ്ടിയല്ല, ഒരു മിഠായിയാണ്, ജെംസ് മിഠായിയാണ് കേട്ടോ. ഈ ബൈക്ക് പോലത്തെ സംഭവമൊക്കെ ഉള്ളത്, അങ്ങനത്തെ ഒരു മിഠായി വേണം പറഞ്ഞിട്ട് ഒരേ വാശിയും കരച്ചിലായിരുന്നു കേട്ടോ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നിന്നിട്ട്. അപ്പോൾ ഈ ഏട്ടനും കിച്ചും ഞങ്ങളെ കാത്തിട്ട് ഇവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ. ബസ് തന്നെ കാത്ത് നിൽക്കുകയായിരുന്നു. അവരിവിടെ മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർക്കുള്ള മിഠായിയും വണ്ടിയൊക്കെ വാങ്ങിച്ച് തുമ്പിക്കുട്ടിയാണെങ്കിൽ നല്ല ഉറക്കമാണ് കേട്ടോ. അതാണ് കേട്ടോ ഒറ്റപ്പാലം സ്റ്റാൻഡ്. അങ്ങനെ ഇതാ ഞങ്ങൾ ഒറ്റപ്പാലം ഈ ഗാന്ധി സ്ട്രീറ്റ് നടത്തി ഈ ഒരു വഴീനെ പറയുക. അപ്പോൾ അതിൽ കൂടെ കയറിപ്പോയപ്പോൾ കണ്ടില്ലേ, ക്രിസ്തുമസിൻ്റെ ആരവങ്ങളാണ് കേട്ടോ. എന്ത് ഭംഗിയാണ് കാണാമെന്നറിയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 2 സൈഡും റെഡിൻ്റെ ആറാട്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ ഇങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാൻസി കടയൊക്കെയാണ്. കാരണം ഞങ്ങളുടെ ഡാൻസിൻ്റെ ഓർണമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരേപോലത്തെ 10 വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇതിൻ്റെ കാര്യങ്ങൾ കുറച്ച് ചോദിക്കാനും പിന്നെ ഇവിടുത്തെ കാർഡ് വാങ്ങിക്കാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ്. മുന്നേ നമ്മൾ ഓർഡർ കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പക്ഷേ ഇനി ഓർഡർ കൊടുക്കണമൊന്നുമില്ല. നല്ലതുണ്ടോ നോക്കിയിട്ട് ഫോട്ടോസ് എല്ലാം അയച്ചു കൊടുത്തിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഏതായാലും ഞാനിവിടെ ഒറ്റപ്പാലത്തേക്ക് വന്നതാണല്ലോ, അതുകൊണ്ട് കയറിയതാണ് കേട്ടോ. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് വന്നതല്ല. എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് തന്നെ വരുള്ളൂ. ഒരാളുടെ തീരുമാനത്തിലല്ല കേട്ടോ ഒന്നും ചെയ്യാറുള്ളത്. അങ്ങനെ ഇതാ കുറച്ച് ഗിഫ്റ്റുകളും പിന്നെ അതുപോലെ തന്നെ മാലകളും കമ്മലും വളയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നോക്കിയിട്ട് ഞാൻ എല്ലാത്തിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു കൊടുത്തു. അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കണ്ടില്ലേ, ഇങ്ങനത്തെ നമ്മൾ സെറ്റ് മുണ്ടും ഒക്കെ കൊടുക്കുമ്പോൾ പിന്നെ അതുപോലത്തെ ഡാൻസാണല്ലോ നമ്മൾ കളിക്കുന്നത്. തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി അങ്ങനത്തെ കളിയൊക്കെയാണ് കളിക്കുന്നത് കേട്ടോ. എന്താ പറയുക, വീരനാട്യം ആ സംഭവമൊക്കെ. അപ്പോൾ അതിനൊക്കെ ഇങ്ങനത്തെ മാലയൊക്കെയാണല്ലോ കൂടുതലും ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ളതാണ് നോക്കുന്നത്. ഇങ്ങനത്തെ ഓവറായിട്ടുള്ളതൊന്നും നോക്കണില്ല കേട്ടോ. സിമ്പിളായിട്ടുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി അവിടുത്തെ കാർഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അങ്ങനെ നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ഏട്ടതാ വണ്ടിയിൽ മുന്നേ പോകുന്നുണ്ട്. കിച്ചു ആണെങ്കിൽ ഒറ്റപ്പാലം എത്തിയപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നു കേട്ടോ. അവന് ബൈക്ക് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ പിന്നാലെ തന്നെ അവന് കാറ് വേണം പറഞ്ഞിട്ട് ഒരേ കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ കാറൊന്നും വാങ്ങിച്ചു കൊടുക്കാതെ എല്ലാത്തിനും നമ്മൾ അവൻ അങ്ങനെ വാശി പിടിച്ച് നമ്മളെല്ലാം നടത്തി കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കാറൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല. അങ്ങനെ നേരെ ഞങ്ങൾ കൂട്ടിയിട്ട് വരിക ചെയ്തിട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൻ കരഞ്ഞ് ബഹളം വെച്ച് ഞങ്ങളുടെ കൂടെ ബസ്സിലാണ് വന്ന്. അച്ഛൻ്റെ ഒപ്പം പോയില്ല കേട്ടോ. അങ്ങനെ അച്ഛനായിട്ടല്ല കേട്ടോ തർക്കമുണ്ടായിരുന്നു, ഞാനായിട്ടാണ് തർക്കമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വീടെത്തിയിട്ടുണ്ട്. ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത്. അങ്ങനെ വീടെത്തിയിട്ടുണ്ട്. നമ്മുടെ അപ്പു തന്നെ നിൽക്കണു. അപ്പൂനൊക്കെ പനിയൊക്കെയാണ് കേട്ടോ. പനി വയറ്റുന്നു പോക്കൊക്കെ ആയിട്ട് ആകെ സീനായിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വർത്തമാനം കണ്ടിരിക്കലും അങ്ങനെ നടക്കലൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കേണ്ട ടൈമായപ്പോൾ അമ്മ പാല് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ 3 മണിക്കാണ് കേട്ടോ വരിക വർക്കൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അമ്മ പാല് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചായ വെക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് അമ്മുവാണ്. അപ്പോൾ എന്താ പറയുക, എനിക്കാണെന്നുണ്ടെങ്കിൽ തൊണ്ടവേദനയും എനിക്ക് പല്ല് മുളയ്ക്കുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വേദന എനിക്ക് വായൊന്ന് നേരെ തുറക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നിനും പറ്റണില്ല കേട്ടോ. നേരം പോലെ സംസാരിക്കാൻ മാത്രം ഒരു കുഴപ്പമില്ല ഭാഗ്യത്തിന്. അതും കൂടി ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഒരു ചെറിയൊരു വയ്യായ്ക ഉണ്ട് കേട്ടോ എനിക്ക്. തലവേദനിച്ചിട്ടും തൊണ്ടവേദനിച്ചിട്ടും അങ്ങനെ ആയിട്ട്. അപ്പോൾ അങ്ങനെ
അങ്ങനെ പാൽ ചായ ഇട്ട് വെക്കുന്നത്. കിച്ചുവിനും തുമ്പിക്കും പാല് തിളപ്പിച്ച് കൊടുക്കണം, അവർക്ക് പാല് മാറ്റി വയ്ക്കണം, അങ്ങനെയാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു പാത്രത്തിലായ കാരണം കൊണ്ട് തന്നെ പുറത്തേക്ക് പോകുന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കമ്മിയായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് പുറത്തേക്ക് പോകാത്തത്. അങ്ങനെ അവർക്കുള്ള പാല് ഞാൻ മാറ്റി വെച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അതിന് ശേഷം എന്താ നമ്മുടെ ചായ ഇട്ടിട്ട് വെക്കുന്നത് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അങ്ങനെ ചായയും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വോയിസ് പറഞ്ഞ എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മേലെ കയറി നിന്നിട്ടാണ് കേട്ടോ, കാരണം താഴെ ഒടുക്കത്തെ ബഹളമാണ് കേട്ടോ, കിച്ചുവിൻ്റെയും തുമ്പിയുടെയും എല്ലാവരുടെയും ബഹളമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ടെറസിൻ്റെ മേലേക്ക് വന്നാണ്. ഇവിടെയും അല്ലറ ചില്ലറ ശബ്ദങ്ങളൊക്കെ കേൾക്കും, അതൊന്നും ആരും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഏട്ടൻ കണ്ടില്ലേ ഇവിടെ സിനിമയും കണ്ടിട്ട് കിടക്കുക. ഞാനും കുറച്ച് നേരം സിനിമകളൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. മഞ്ഞുമൽ ബോയ്സ് സിനിമ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ കുറച്ച് നേരം കിടന്നു. അത് കഴിഞ്ഞപ്പോൾ അത് അടുത്ത സിനിമ ഏട്ടൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ പടങ്ങളോടൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. പിന്നെ ഇടയ്ക്ക് പോയിട്ട് ഇങ്ങനെ ഒന്ന് എത്തി നോക്കും, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഏട്ടൻ പിന്നെ ഇവിടെ വന്ന ഒരേ കടപ്പ് ഉരുപ്പന്നെ ഇരിക്കും സിനിമയുടെ ടിവിയുടെ മുന്നിൽ, അല്ലാതെ ഇപ്പോൾ ഏട്ടൻ എന്ത് ചെയ്യാനാണ്. അങ്ങനെ ഏട്ടൻ അവിടെ സിനിമയൊക്കെ കാണുന്നുണ്ട്. ഞാനപ്പോൾ പുറത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് അമ്മ ഇവിടെ മുറ്റമൊക്കെ അടിച്ച് വരാനുണ്ട് കേട്ടോ. അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഓരോ ജോലിയൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു പണിയും ചെയ്യില്ല കേട്ടോ, അതാണ് മെയിൻ. എനിക്കിവിടെ ഒരു പണി അങ്ങനെ ഉണ്ടാവുമൊന്നുമില്ല, ജസ്റ്റ് ചായ വയ്ക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഞാനൊന്നും ചെയ്യൂല കേട്ടോ, അത് വേറെ കാര്യം. എനിക്ക് വയ്യ അവിടെ തന്നെ പണിയെടുത്തിട്ട് ഭ്രാന്തായിട്ടല്ല ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പണിയെടുത്തെങ്കിൽ ശരിയാവില്ലല്ലോ, നമ്മൾ ആ ഒരു പാരമ്പര്യം നമ്മൾ കാത്ത് സൂക്ഷിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ അത് ഫാനിൻ്റെ അടിയിൽ വന്നിട്ടാണ് കേട്ടോ കുട്ടികൾക്കുള്ള ഈ പാല് ആറ്റിക്കൊണ്ടിരിക്കുന്നത്. അവർക്കാണെങ്കിൽ പാല് വേണം പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കുറച്ച് നേരം. അപ്പോൾ അവർക്കുള്ള പാല് ചൂടല്ലേ, തിളച്ച പാലൊക്കെ തന്നെയല്ലേ, അപ്പോൾ അത് ചൂടാറ്റണ്ടേ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചൂടാറുള്ള ഒരു ക്ഷമയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഫാനിൻ്റെ അടിയിലൊക്കെ വെച്ച് ആറ്റി ചൂടൊക്കെ ആറ്റിയിട്ട് രണ്ടുപേർക്കും കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. രണ്ടാളും ഇതാ പുറത്ത് കളിക്കുന്നുണ്ട് കേട്ടോ. കിച്ചുണ്ട്, തുമ്പിയുണ്ട്, അവർ മാമയുണ്ട്, മൂന്നാളും എല്ലാവരും കൂടിയിട്ട് അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ നീച്ചിരുന്നു കേട്ടോ. ചായ കണ്ടപ്പോൾ ഏട്ടൻ കുറേ നേരം ഏട്ടൻ ചായ വെക്കി എന്ന് പറയുന്നു. ഏട്ടന് ഈ സമയമൊക്കെ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ചായ കുടിക്കാനും നമുക്ക് തോന്നുമല്ലോ, വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ചായ കുടിക്കണമല്ലോ, അല്ലെങ്കിൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവർക്ക് പാല് കൊണ്ടു കൊടുത്തു, എല്ലാവർക്കും ചായ കൊടുത്തു, അമ്മമ്മയ്ക്കും അപ്പൂനും എല്ലാവർക്കും ചായ കൊണ്ടു കൊടുത്തു. ഞങ്ങളും ഇരുന്ന് ചായ കുടിക്കാൻ കേട്ടോ. പിന്നെ അമ്മ പാൽ ചായ കുടിക്കില്ല കേട്ടോ, അമ്മയ്ക്ക് കട്ടൻ ചായയാണ് ഇഷ്ടം. അപ്പോൾ അമ്മ ഇട്ടോളാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്കുള്ള ചായ ഉണ്ടാക്കിയിട്ടില്ല, പാൽ ചായ അവർ കുടിക്കില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാൻ കേട്ടോ. അപ്പോൾ കാവത്ത് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ എന്തോ ഉണ്ടാക്കില്ലേ, കാവത്ത് പുഴുക്ക് വയ്ക്കുക, ആ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മമ്മ. അപ്പോൾ ഏട്ടൻ ഒന്ന് കഴിച്ചു നോക്കിയതുകൊണ്ട് എൻ്റെ വായിക്കുന്നു വെച്ച് തന്നാണ് കേട്ടോ. എനിക്ക് ഈ സംഭവത്തിനോടൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ്, പക്ഷേ ഒറ്റൊരു പീസേ കഴിച്ചുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു, പക്ഷേ വീണ്ടും കഴിച്ചില്ല. എനിക്ക് അങ്ങനത്തേനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ ഒരു താല്പര്യം വേണമല്ലോ. അപ്പോൾ എൻ്റെ ഏട്ടാണെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കൊള്ളിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വക ഐറ്റംസ് ഒന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ടി വിയും കണ്ടിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓരോ സിനിമയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഏട്ടാണെങ്കിൽ അതും ഇതൊക്കെ മാറ്റി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇന്ന് ചായ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചായ കുടിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവരിവിടെ പൊരിഞ്ഞ കളിയിലാണ് കേട്ടോ, കിച്ചും തുമ്പിയൊക്കെ നല്ല കളിയിലാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ തന്നെ പണി ഉണ്ടാവുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നും എടുക്കാനായിട്ടുണ്ടാവില്ല കേട്ടോ. എനിക്കൊരു പണി ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ എന്താ ഞാൻ വീഡിയോ എടുക്കണത്, അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കാണിക്കാനായിട്ടൊന്നുമില്ല. അപ്പോൾ നാളെ ഇനി അപ്പൂൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ എന്തായാലും വരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ബൈ.